നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ആശിഷ് കെയർ ഹോം അംഗമായിരുന്ന കൂർക്കഞ്ചേരി കുണ്ടുപറമ്പിൽ കല്യാണിയമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് കല്ലു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന കല്യാണിയമ്മ ആൽഫയുടെ ദീർഘകാല പരിചരണ കേന്ദ്രമായ ആശിഷിൽ എത്തിയത്. അവിവാഹിതയായിരുന്നു. സംസ്കാരം മതപരമായ ചടങ്ങുകളോടെ നടത്തി. കല്യാണിയമ്മയുടെ വിയോഗത്തിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ട്രസ്റ്റിമാർ, ഡയറക്ടർമാർ, ആൽഫ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, സെൻട്രൽ കൗൺസിൽ അംഗങ്ങൾ, സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൽഫ കുടുംബാംഗങ്ങൾ അനുശോചിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സ്നേഹപരിചരണങ്ങളാൽ സൗഖ്യവും പ്രതീക്ഷയും നൽകുന്ന ദശലക്ഷക്കണക്കിന് നഴ്സുമാരുടെ ദിവ്യമായ പ്രവർത്തനങ്ങളെ ഓർക്കുന്ന ദിനം. കോവിഡ് പോലുള്ള മഹാമാരികളിലും സ്വന്തം ജീവൻ കളഞ്ഞും രോഗി പരിചരണം നടത്തിയ, ഓരോ ദിവസവും ഗുരുതര രോഗങ്ങളാലും വാർദ്ധക്യ സംബന്ധമായി അസുഖങ്ങളാലും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതാന്ത്യം അന്തസ്സുറ്റതാക്കാൻ പ്രയത്നിക്കുന്ന ആൽഫ കുടുംബത്തിലെ എല്ലാ നഴ്സുമാർക്കും നഴ്സസ് ദിനാശംസകൾ. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമാണ് ലോക നഴ്സിംഗ് ദിനമായി ആചരിക്കുന്നത്. ആൽഫ കുട്ടനാട് സെന്ററിന് ചർച്ചാവേദിയുടെ പുരസ്കാരം. തലവടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാരുടെയും കലാസ്വാദകരുടെയും ചിന്തകരുടെയും കൂട്ടായ്മയായ ചർച്ചാവേദി സംഘടിപ്പിച്ച് സാഹിത്യ സദസ്സിൽ വച്ചായിരുന്നു ആൽഫയുടെ പ്രവർത്തനങ്ങൾ ആ നാട്ടിലുണ്ടാക്കിയ മാറ്റം പരിഗണിച്ച് പുരസ്കാരം നൽകിയത്. ആലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജുവിൽ നിന്നും ആൽഫ കുട്ടനാട് സെന്ററിനു വേണ്ടി ട്രഷറർ ചന്ദ്രമോഹൻ നായർ, അനിൽ വെറ്റിലക്കണ്ടം, നിർമ്മല ചന്ദ്രമോഹൻ, കലേശ്വരൻ, സ്റ്റാഫ് അംഗങ്ങളായ ജിഞ്ചു, ഉമേഷ്, സിസ്റ്റർ മഞ്ജു തുടങ്ങിയവർ ചേർന്ന് മെമന്റോ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.